അങ്ങനെ ലാലേട്ടന്റെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡ് ഈ ആഴ്ച അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടും തന്നെ മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പുറത്തുപോയി, അതായത് മീൻസ് ഒരു വിദേശത്ത് എവിടെയോ പോകണം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പ്രൊമോയിൽ ഇതിന് മുന്നേ വന്നൊരു പ്രൊമോയിൽ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ലാലേട്ടൻ ലൈവിലൂടെ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയാണ്. അതിന്റെ ഒറ്റ കാരണം അനുമോളും ജിസയിലുമാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ചും പിന്നെ എവിക്ഷനും മാത്രമായിരിക്കാം നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ആ ഒരു ഷൂട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊമോ വീഡിയോ ആണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന ലാലേട്ടൻ എപ്പിസോഡിലുണ്ട്. അതായത് ഈ ഒരു സീസൺ ഒരു മാസത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു സീസൺ വളരെ ഹൈപ്പോട് കൂടി തുടങ്ങിയ ഒരു നല്ല സീസൺ ആയിരുന്നു. പക്ഷേ ഇതിലെ മത്സരാർത്ഥികൾ തുടക്കം തന്നെ കുറെ അധികം പിഴകൾ ബിഗ് ബോസ് സീസൺ 7 വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഇനിയുള്ള ലാലേട്ടന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആയിക്കോട്ടെ നിലപാടുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ആ ഒരു പ്രൊമോ വന്നപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് തന്നെയാണ് നല്ല തട്ട് കിട്ടുന്നത്. അനുമോളെ തന്നെയാണ് രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. ഉറപ്പായിട്ടും അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അനുമോൾ അന്ന് തൊട്ടേ ഒരൊറ്റ കാര്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിസേല് മേക്കപ്പ് ഇടുന്നുണ്ടോ, ജിസേല് ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ, അത് മാത്രം നോക്കി ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം അനുമോൾക്കില്ലായിരുന്നു എന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ്. പക്ഷേ ആ ഒരു കാര്യം അത് വീണ്ടും എഗെയിൻ ആദ്യത്തെ ആഴ്ച ലാലേട്ടനോട് അനുമോൾ പറയാൻ പോയ ആ സെയിം കാര്യം ലാലേട്ടൻ ഇന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അനുമോൾ ശരിക്കും ഈ ഒരു ന്യായം പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആ കാര്യം പറയാതെ ബിഗ് ബോസ് പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇതിന്റെ ഇടയിൽ നടന്ന പല കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അനുമോളുടെ ഭാഗത്തെ തെറ്റും ശരിയും നമുക്ക് നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ഇതിപ്പോ ലാലേട്ടൻ എടുത്തു പറയുകയാണ്, ആ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു കാര്യം, അതായത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ചുണ്ടിൽ ആരെങ്കിലും ആണ് തൊടുന്നത് എങ്കിൽ അനുമോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ജിസേലിനോടും പറയുന്നുണ്ട്, ആ ഒരു പിടിച്ചു തള്ളിയ തള്ള് അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നുള്ളത്. അതിന്റെ പേരിൽ ഒരിക്കലും അനുമോൾ അവിടെ നിന്ന് കരഞ്ഞിട്ടൊന്നുമില്ല. കാരണം അനുമോള് അതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു തള്ളു കിട്ടുന്ന സമയത്ത് അനുമോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നാണ് ലാലേട്ടൻ ജിസേലിനോട് ചോദിക്കുന്നത്. അവിടെ മാത്രമാണ് ജിസേൽ തല കുനിക്കുന്നത്, അല്ലെങ്കിൽ ജിസേൽ അവിടെ മാത്രമാണ് ശബ്ദം താഴ്ത്തി നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു പ്രമോ പ്രകാരം ഉറപ്പായിട്ടും ലാലേട്ടൻ ഏറ്റവും കൂടുതലും ഫയർ ചെയ്യാൻ പോകുന്നത് അനുമോളോടാണ്. അത് അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ തന്നെയാണ് സഹായിക്കാൻ സാധ്യതയുള്ളത്. ഇല്ലെങ്കിൽ അതിപ്പോൾ ലാലേട്ടൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അനുമോള് ആകെ ഡൗൺ ആവുന്നുണ്ട്. ഈ അനുമോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അനുമോൾക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനുമോൾ ആകെ പേടിച്ച് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ആള് പിന്നെ വാക്കുകളൊന്നുമില്ല. എസ്പെഷ്യലി ലാലേട്ടന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നത് എന്നുള്ള ബോധം ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് അനുമോള്. അതുകൊണ്ട് തന്നെ അനുമോൾ ഇന്നത്തെ ദിവസം ഒന്നും മിണ്ടാൻ പോകുന്നില്ല, ഒരു കാര്യങ്ങളും പറയാൻ പോകുന്നില്ല. പക്ഷേ അനുമോളെ കുറിച്ച് അനുമോളോട് മറ്റ് മത്സരാർത്ഥികൾ ചെയ്ത പല കാര്യങ്ങളും ലാലേട്ടൻ ചോദിക്കാതെ വിട്ടാൽ അത് ശരിക്കും പറഞ്ഞാൽ അനുമോളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയും എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി അത്രത്തോളം നിഷ്കളങ്കയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, അത് ഞാൻ എന്തായാലും സമ്മതിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്രയൊക്കെ പറ്റൂ, അത് ഇന്ന് ലാലേട്ടൻ ഈ പറയുന്ന എപ്പിസോഡിൽ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഒന്നുകിൽ അനുമോൾ ക്വിറ്റ് ചെയ്ത് പോകും. അതൊരു വലിയ ഷോക്കിംഗ് ആയിരിക്കും. അതല്ല എങ്കിൽ അനുമോളായിരിക്കും ഇതിനകത്തിന് ഏറ്റവും കൂടുതലും സ്ട്രോങ് ആയിട്ടും ഇമോഷണലി പക്വതയോടെയും പെരുമാറാൻ പോകുന്നത് എന്നും നമുക്ക് ചിന്തിക്കാം. 50-50 ചാൻസ് ആണ്. ശരിക്കും അനുമോൾ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ ബിഗ് ബോസിന്റെ കാര്യത്തിൽ ബിഗ് ബോസ് ആണിത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഷോ ആണ്, ഒരു TV ഷോ ആണ്. അത് മറന്ന് റിയൽ ആവാൻ പോകരുത്. അത് അനുമോളുടെ തെറ്റാണ്, അത് അവിടെ ചെയ്യരുത്. അനുമോളെ പ്രൊവോക്ക് ചെയ്തത് എപ്പോഴൊക്കെയാണെന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. ആ അനുമോളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അത് അവിടെ വെച്ച് നിർത്തണമായിരുന്നു. അതിനുശേഷം അനുമോൾക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ആ ബിഗ് ബോസ് ഹൗസിൽ കുറയുന്നതിന്റെ റീസൺ അനുമോൾ തിരിച്ച് സംസാരിക്കുന്ന രീതി തന്നെയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കോർണറിങ് ചെയ്യുന്നത് അതും ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എന്നെ കോർണർ ചെയ്യുന്നു. ഇത് ബിഗ് ബോസിനോടും അനുമോൾ സംസാരിച്ച കാര്യമാണ്. ബിഗ് ബോസും പറഞ്ഞിരുന്നു അതൊരു ഗെയിമാണ്, അതും ഒരു സ്ട്രാറ്റജിയാണ്. ഏറ്റവും കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടണം. അനീഷ് ആണെങ്കിൽ അവിടെ തലകുത്തി നിന്നിട്ട് ഇപ്പൊ അനീഷിനെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അനീഷ് എടുക്കാൻ ശ്രമിച്ച സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. പക്ഷെ അതുപോലെ അനീഷിന് പോലും പറ്റിയിട്ടില്ല. അവിടെ എല്ലാവരും അനീഷിനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അനീഷ് ആ സ്ട്രാറ്റജി വിട്ടു.
ഇപ്പൊ വളരെ ശക്തമായിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആളാണ് അനീഷ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഏറ്റവും കൂടുതലും വർക്കൗട്ട് ആയത് അനുമോൾക്ക് തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് കളിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു മോഹൻലാൽ അതുകൊണ്ടായിരിക്കാം അനുമോളോട് ഇങ്ങനെ പെരുമാറിയത് എന്ന്. ഏതായാലും ഫുൾ എപ്പിസോഡ് നാളെ ആയിരിക്കും ഏഷ്യാനെറ്റിൽ വരിക. അപ്പോൾ നാളെ കാണാൻ പറ്റും. പിന്നെ എവിക്ഷന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും എവിക്ഷൻ ഉണ്ടായിരിക്കും. കാരണം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എവിക്ഷൻ എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്ന് നടക്കുമെന്ന് ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നാളെ എന്തായാലും ഉറപ്പിക്കാം. ആര്യൻ പോകും എന്ന് എല്ലാവരും പറയുന്നുണ്ട്, അറിയില്ല. ഏതായാലും അനുമോൾക്ക് കിട്ടുന്ന തട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.